ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാ കുട്ടികൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് EVSലെ സെക്കൻഡ് യൂണിറ്റ് ആയിട്ടുള്ള ടു ദ വേൾഡ് ഓഫ് ആനിമൽസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ആദ്യത്തെ പാഠം നന്നായിട്ട് എല്ലാവരും പഠിച്ചില്ലേ? ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നമുക്ക് പാഠത്തിലോട്ട് പോകാം. ഫസ്റ്റ് ആക്ടിവിറ്റി, മെനി വേസ് ഓഫ് മൂവ്മെൻറ്റ്, അതായത് പലവിധം അങ്ങനെയുള്ള സഞ്ചാരം ജീവികളുടെ. ദ ഫിഗേഴ്സ് ഓഫ് വിച്ച് ക്രിയേച്ചേഴ്സ് ആർ ഫൗണ്ട് ഇൻ ദ പിക്ചർ, ഏതെല്ലാം ജീവികളുടെ ചിത്രങ്ങളാണ് അവിടെ രൂപങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്? അവിടെ ക്രെയിൻ, കൊക്കുണ്ട്, അതുപോലെ ഫ്രോഗ് ഉണ്ട്, തവളയുണ്ട്, അതുപോലെ സ്നേക്ക് ഉണ്ട്, ഫിഷ് ഉണ്ട് അല്ലേ? മേക്ക് ദം ബൈ ഫോൾഡിങ് പേപ്പർ, കടലാസ് മടക്കിയിട്ട് ഇവ നിങ്ങളോട് നിർമ്മിക്കാനാണ് പറഞ്ഞത്. യൂസ് ദീസ് ഫിഗേഴ്സ് ടു ഷോ ഹൗ ദേ മൂവ്, രൂപങ്ങൾ ചലിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം? അവയുടെ മൂവ്മെൻറ്റ് നിങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കണം. ഡു ഓൾ ക്രിയേച്ചേഴ്സ് മൂവ് ഇൻ ദ സെയിം വേ, എല്ലാ ജീവികളും ഒരേ വിധത്തിലാണോ സഞ്ചരിക്കുന്നത്? കാറ്റഗറീസ് ക്രിയേച്ചേഴ്സ് ബേസ്ഡ് ഓൺ ദെയർ മൂവ്മെൻറ്റ്, സഞ്ചാര രീതിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവികളെ പട്ടികപ്പെടുത്താം. ഫസ്റ്റ് ഓഫ് ഓൾ, വാക്കിംഗ് ക്രിയേച്ചേഴ്സ്, നടക്കുന്നവ ഏതൊക്കെയാണ്? ക്രോളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഴയുന്നവ അല്ലേ? നെക്സ്റ്റ് ഫ്ലൈയിങ് ക്രിയേച്ചേഴ്സ്, പറക്കുന്നവ ഏതൊക്കെയാണ്? നെക്സ്റ്റ് സ്വിമ്മിങ്, നീന്തുന്ന ജീവികൾ ആനിമൽസ് ഏതൊക്കെയാണ്? നമുക്ക് നോക്കാം. ഫസ്റ്റ് വാക്കിംഗ് ക്രിയേച്ചേഴ്സ്, നടക്കുന്ന ജീവികൾ. ഗോട്ട്, ക്യാമൽ, ഫോക്സ്, ഡോഗ്, ഹോഴ്സ്, ജിറാഫ്. നെക്സ്റ്റ് ക്രോളിംഗ്, ഇഴയുന്നത്. സ്നേക്ക്, സ്നെയിൽ എന്ന് പറഞ്ഞാൽ ഒച്ച്. ഏർത്ത് വേം, മണ്ണിര. വേം, വിര. ടൊട്ടോയിസ്, ആമ. ക്രോക്കഡൈൽ, മുതല. നെക്സ്റ്റ് ഫ്ലൈ ക്രിയേച്ചേഴ്സ്, പറക്കുന്ന ജീവികൾ. പാരറ്റ്, ബട്ടർഫ്ലൈ, ക്രോ, ഡ്രാഗൺ ഫ്ലൈ, ഈഗിൾ, ബാറ്റ് അല്ലേ, വവ്വാൽ. നെക്സ്റ്റ് സ്വിമ്മിങ്, നീന്തുന്ന ജീവികൾ. ഫസ്റ്റ് ഫിഷ്, വേൽ, തിമിംഗലം, സീ ടർട്ടിൽ, കടലാമ, ഒക്ടോപ്പസ്, നീരാളി, ഡോൾഫിൻ, ഷാർക്ക്. ഇത്രയാണ് സ്വിമ്മിങ് ആനിമൽസ്. നെക്സ്റ്റ് പേജ് നമ്പർ 28. ഈസ് ദെയർ എനി ക്രിയേച്ചർ ദാറ്റ് മൂവ്സ് ഇൻ ഡിഫറെൻറ്റ് വേസ്, മറ്റേതെങ്കിലും രീതിയിൽ സഞ്ചരിക്കുന്ന ജീവികളുണ്ടോ? ഒബ്സർവ് ദ മൂവ്മെൻറ്റ് ഓഫ് ക്രിയേച്ചേഴ്സ് ലൈക്ക് ഫ്രോഗ്സ്, ഗ്രാസ് ഹോപ്പർ എക്സെട്ര. തവള, പുൽച്ചാടി തുടങ്ങിയ ജീവികളുടെ സഞ്ചാര രീതി ഒന്ന് നിരീക്ഷിക്കൂ. എന്തൊക്കെ പ്രത്യേകതകളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്? ഇഫ് ദെയർ എനി കണക്ഷൻ ബിറ്റ്വീൻ ദ ബോഡി ഫീച്ചേഴ്സ് ആൻഡ് ദ മൂവ്മെൻറ്റ്സ് ഓഫ് ദ ക്രിയേച്ചർ, ജീവികളുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകളും സഞ്ചാര രീതിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവിടെ 4 ജീവികളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, ക്രിയേച്ചേഴ്സിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഹോഴ്സ് ആണ്. ഹോഴ്സിൻ്റെ ബോഡി ഫീച്ചേഴ്സ് എന്താണ്? 4 legs ദാറ്റ് ബെൻഡ് ബാക്ക്വേർഡ്സ്, പിന്നിലേക്ക് മടക്കാവുന്ന കാലുകളാണ്, 4 കാലുകൾ. മൂവ്മെൻറ്റ് എന്തൊക്കെയാണ്? വാക്ക് ഉണ്ട്, റൺ ഉണ്ട്, നടക്കുന്നുണ്ട്, ഓടുന്നുണ്ട്. സെക്കൻഡ് വൺ സ്നേക്ക് ആണ്. ഹാസ് നോ ലെഗ്സ്, കാലുകളില്ല. ദ എൻറ്റയർ ബോഡി ഇൻ യൂട്ടിലൈസ്ഡ് ഫോർ മൂവ്മെൻറ്റ്, അവയുടെ കാലുകളില്ല, പക്ഷേ അതിനെന്താണ്? ശരീരഭാഗം മുഴുവനായിട്ട് സഞ്ചാരത്തിന് പ്രയോജനപ്പെടുത്തുന്നു. ഇഴഞ്ഞാണ് പോകുന്നത്. അതിൻ്റെ മൂവ്മെൻറ്റ് ക്രോൾസ്, സ്വിംസ്, ഇഴയുന്നു, നീന്തുന്നു. തേർഡ് വൺ പീജിയൻ, പ്രാവാണ്. ഹാസ് വിങ്സ് ആൻഡ് ലെഗ്സ്, ചിറകുണ്ട്, കാലുണ്ട്. മൂവ്മെൻറ്റ് എന്താണ്? വാക്സ്, ഫ്ലൈസ്, നടക്കുന്നു, പറക്കുന്നു. ദ ഫോർത്ത് വൺ ഫിഷാണ്. ഫിഷിൻ്റെ ബോഡി ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ബോത്ത് എൻഡ്സ് ഓഫ് ദ ബോഡി ടേപ്പർ, സ്ട്രീം ലൈൻഡ് ബോഡി, എന്താണ്? കൂർത്ത ശരീരമാണ്. ദ ഫിൻസ് ഓൺ ദ സൈഡ്സ് ആൻഡ് ദ ടെയിൽ ഹെൽപ്പ് ഇൻ ദി മൂവ്മെൻറ്റ്, വശങ്ങളിൽ എന്താണ്? വാലിലൊക്കെ എന്തുണ്ട്? ചിറകുണ്ട്. ഈ ചിറക് കൊണ്ടാണ് അത് നീന്തുന്നത്. അതിൻ്റെ മൂവ്മെൻറ്റ് എന്താണ്? സ്വിംസ് ആണ്. നെക്സ്റ്റ് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഒബ്സർവ് ദ മൂവ്മെൻറ്റ് ഓഫ് എ ഡക്ക്, താറാവിൻ്റെ സഞ്ചാര രീതി നിരീക്ഷിക്കാനാണ് പറഞ്ഞത് അല്ലേ? ആർ ദെയർ ക്രിയേച്ചേഴ്സ് ദാറ്റ് മൂവ് ഇൻ ദ മോർ ദാൻ വൺ വേ, ഫൈൻഡ് ദം ഔട്ട്. താറാവ് എന്താ ചെയ്യുന്നത്? നീന്തുന്നുണ്ട്, പറക്കുന്നുണ്ട്, അതുപോലെ നടക്കുന്നുണ്ട്. റൈറ്റ് ഡൗൺ അബൌട്ട് ദ മൂവ്മെൻറ്റ് ഓഫ് മോർ ക്രിയേച്ചർ,
നിങ്ങളോട് ഇതുപോലെ എന്താണ് കൂടുതൽ ജീവികളുടെ പട്ടിക തയ്യാറാക്കാനാണ് പറഞ്ഞത്. ഒന്നിലധികം മൂവ്മെൻറ്റ്സ് ഉള്ള ജീവികൾ. അടുത്ത് റൈറ്റ് ഡൗൺ അബൌട്ട് ദ മൂവ്മെൻറ്റ് ഓഫ് മോർ ക്രിയേച്ചേഴ്സ്, ഡിസ്കസ് ദ വിത്ത് ഫ്രണ്ട്സ് ആൻഡ് എക്സ്പാൻഡ് അബൌട്ട് ടേബിൾ. അവർ കൂട്ടുകാരുമായി ചർച്ച ചെയ്തിട്ട് കൂടുതൽ കണ്ടെത്താനാണ് പറഞ്ഞത്. ഏതൊക്കെ ഉണ്ട്, നിങ്ങൾ അറിവിൽ ഏതൊക്കെയാണുള്ളത്? നമ്മുടെ ടൊട്ടോയ്സ് എന്താ ചെയ്യുന്നത്? ഐ ക്യാൻ ക്രോള്, അത് ഇഴയുന്നുണ്ട്. വാക്ക്, നടക്കുന്നുണ്ട്. ആൻഡ് സ്വിമ്മ്, നീന്തുന്നുണ്ട്. ദ സെക്കൻഡ് വൺ ഫ്രോഗാണ്. ഐ ക്യാൻ ഓപ്പ്, ചാടുന്നുണ്ട്. ആൻഡ് സ്വിമ്മ്, നീന്തുന്നുണ്ട് അല്ലേ. അതുപോലെ നമ്മുടെ ക്രോക്കഡൈലോ ഐ ക്യാൻ ക്രോൾ, ഇഴയുന്നുണ്ട്. ആൻഡ് സ്വിമ്മ്, നീന്തുന്നുണ്ട്. ഈച്ച് ക്രിയേച്ചർ ഹാസ് എ മൂവ്മെൻറ്റ് ബേസ്ഡ് ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ്സ് ബോഡി ആൻഡ് ദ എൻവയോൺമെൻറ്റ് ദാറ്റ് ഇറ്റ് ലിവ്സ്. ഓരോ ജീവിക്കും അതിൻ്റെ ശരീരത്തിൻ്റെയും വസിക്കുന്ന ചുറ്റുപാടിൻ്റെയും പ്രത്യേകതകൾക്കനുസരിച്ചുള്ള സഞ്ചാര രീതിയാണുള്ളത്. നെക്സ്റ്റ് പേജ് 29 ടോപ്പിൽ കൊടുത്തിട്ടുള്ള പിക്ചർ നോക്കുക. അവിടെ 2 ആനിമൽസ്, ജീവികളെ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. അവിടെ അവർ തമ്മിൽ എന്തോ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ആൻസ് ആൻഡ് സ്മോൾ ഇൻസെക്ട്സ് ആർ മൈ ഫുഡ്. ഉറുമ്പുകളെയും ചെറുപ്രാണികളുമാണ് എൻ്റെ ഇഷ്ടഭക്ഷണം. ബട്ടർഫ്ലൈ എന്താ പറയുന്നത്? ഐ ലൈക്ക് ദ സ്വീറ്റ് നെക്ടർ ഓഫ് ഫ്ലവർ. പൂക്കളിലെ മധുരമൂറുന്ന തേനാണ് എനിക്കിഷ്ടം. ഹാവ് യു റീഡ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ പ്രൈങ് മെൻഡീസ് ആൻഡ് ബട്ടർഫ്ലൈ. തൊഴുകയ്യൻ പ്രാണിയും പൂമ്പാറ്റയും പറയുന്നത് വായിച്ചല്ലോ. വാട്ട് ഡിഡ് ദേ സേ? അവരെന്താണ് പറയുന്നത്? ഫൈൻഡ് ഔട്ട് ദ ഫുഡ് ഓഫ് എ ഫ്യൂ അതർ ക്രിയേച്ചർ ആൻഡ് റൈറ്റ് ദം ഇൻ ദ ടേബിൾ ഗിവൺ. ഇതുപോലെ മറ്റു ജീവികളുടെയും ആഹാരം ഏതെന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞത്. ഡൈവേഴ്സിറ്റി ഇൻ ഫുഡ്, ആഹാരം പലവിധം എന്നാണ് പറഞ്ഞത് അല്ലേ. വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് ഫുഡ് ദാറ്റ് യു ഈറ്റ്? നിങ്ങൾ എന്തെല്ലാം ആഹാരമാണ് കഴിക്കുന്നത്? വാട്ട് ഡു യു പെറ്റ് ഡോഗ് ആൻഡ് ക്യാറ്റ് ഈറ്റ്? നിങ്ങളുടെ വളർത്തു ജീവികളായ നായയുടെയും പൂച്ചയുടെയും ഒക്കെ ആഹാരം എന്താണ്? വാട്ട് ഡസ് ദ ബട്ടർഫ്ലൈ ഹാവ് ഫോർ ഫുഡ്? നമ്മുടെ സുന്ദരി പൂമ്പാറ്റയുടെ ഭക്ഷണം എന്തായിരിക്കും? ഡിഫറെൻറ്റ് ആനിമൽസ് ഹാവ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫുഡ് അല്ലേ. എല്ലാ ജീവികളും ഒരേ തരം ആഹാരമാണോ കഴിക്കുന്നത്? ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഓരോ ക്രിയേച്ചേഴ്സിൻ്റെയും ഫുഡെന്ന്. ഫൈൻഡ് ഔട്ട് ദ ഫുഡ് ഓഫ് സം ക്രിയേച്ചേഴ്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ ടേബിൾ. താഴെ കാണുന്ന പട്ടികയിലെ ജീവികളുടെ ആഹാരം ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ക്രിയേച്ചേഴ്സ്, ജീവികൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് കൗ. കൗവിൻ്റെ ഫുഡ് എന്താണ്? ഗ്രാസ്, ലീവ്സ്, ഹേ അല്ലേ. വൈക്കോലും പുല്ലും ഇലകളുമാണ് ഭക്ഷണം. നെക്സ്റ്റ് ക്രോ ആണ്. സെറൽസ്, ധാന്യങ്ങൾ, ഫ്രൂട്ട്സ്, ഇൻസെക്ട്സ്, പ്രാണികൾ, പൾസസ്, പയറുവർഗ്ഗങ്ങൾ. തേർഡ് വൺ എലിഫൻറ്റ്. ഗ്രാസസ്, ലീവ്സ് ഓഫ് പ്ലാന്റ്സ്, ചെടികളുടെ ഇലകൾ, ഫ്രൂട്ട്സ്, പഴങ്ങൾ. ഫോർത്ത് വൺ സ്ക്യൂറൽ, നട്ട്സ് ഉണ്ട്, അതുപോലെ വിത്തുകളുണ്ട്, സീഡ്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, വേംസ് ഉണ്ട്, പുഴുക്കളൊക്കെ ഉണ്ട്. ചിക്കൻ, കോഴി, അതിൻ്റെതോ ഫ്രൂട്ട്സ്, ഇൻസെക്ട്സ്, പ്രാണികൾ, വേംസ്, വിരകൾ, സീഡ്സ്, പിന്നെ വിത്തുകൾ, ഗ്രെയിൻസ്, ധാന്യങ്ങൾ. ദ ഫിഫ്ത്ത് വൺ ഈഗിൾ, ഫിഷ്, സ്നേക്ക്, റാബിറ്റ്, സ്മോൾ ബേർഡ്സ്, ചെറിയ പക്ഷികൾ. കിങ് ഫിഷർ, പൊന്മാൻ്റെതോ ഫിഷ്, ഫ്രോഗ്, ഇൻസെക്ട്സ് ഇൻ വാട്ടർ, വെള്ളത്തിലുള്ള ചെറിയ പ്രാണികൾ, പുഴുക്കളൊക്കെ. ദ ലാസ്റ്റ് വൺ ഫ്രോഗ്, ഫ്ലൈസ്, ഈച്ച, പ്രാണികൾ, ചെറിയ വേംസ്, അതേപോലെ നിശാശലഭങ്ങൾ, മോത്സ് അല്ലേ, നിശാശലഭങ്ങൾ. ഇതൊക്കെയാണ് ഇത്രയും ക്രിയേച്ചേഴ്സിൻ്റെ ഫുഡ്. നെക്സ്റ്റ് ടേബിളിൻ്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് എമംഗ് ദ ക്രിയേച്ചേഴ്സ് ഈറ്റ് ഓൺലി ദ പാർട്സ് ഓഫ് ദ പ്ലാന്റ്? എന്താ പറഞ്ഞത്? ഇതിലേതൊക്കെ ജീവികളാണ് പ്ലാന്റ്സ്, സസ്യങ്ങൾ മാത്രം ആഹാരമാക്കുന്നത് എന്ന് പറഞ്ഞേ. ഏതൊക്കെയാണ്? ഡീറുണ്ട്, മാനുണ്ട്, എലിഫൻറ്റ്, സ്ക്യൂറൽ, കൗ, ഗ്രാസ് ഹോപ്പർ, പുൽച്ചാടി. ദ സെക്കൻഡ് വൺ, വിച്ച് ക്രിയേച്ചർ ഈറ്റ് ഓൺലി മീറ്റ്? നമ്മുടെ മാംസം മാത്രം ഭക്ഷിക്കുന്നത് ഏതൊക്കെ ക്രിയേച്ചേഴ്സാണ്? ലയൺ, ടൈഗർ, കിങ് ഫിഷർ അല്ലേ, പൊന്മാന്. വിച്ച് ക്രിയേച്ചേഴ്സ് ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്? നമ്മുടെ സസ്യാഹാരവും മാംസാഹാരവും രണ്ടും കഴിക്കുന്ന ക്രിയേച്ചേഴ്സ്, ജീവികൾ ഏതൊക്കെയാണ്? ഹെന്നുണ്ട്, ക്രോ ഉണ്ട്, ഈഗിളൊക്കെ ഉണ്ട് അല്ലേ. നെക്സ്റ്റ് പാർട്ട്, ദ പേജ് നമ്പർ 30. ദ ക്രിയേച്ചേഴ്സ് വിച്ച് ഈറ്റ് ഓൺലി പ്ലാന്റ്സ് പാർട്സ് ആർ കോൾഡ് ഹെർബിവേഴ്സ്. അതായത് സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്നവയെ സസ്യാഹാരികളെന്ന് പറയുന്നു. The creatures which eat only meat are called carnivores.
മാംസം മാത്രം ആഹാരമാക്കുന്നവയെ കാർണിവോഴ്സ്, മാംസാഹാരികളെന്ന് പറയുന്നു. ഒംനിവേഴ്സ് ആർ ക്രിയേച്ചേഴ്സ് ദാറ്റ് ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്. രണ്ടു കഴിക്കുന്നവയെ, അതായത് നമ്മൾ മനുഷ്യൻ ഉൾപ്പെടെയുള്ള രണ്ടു കഴിക്കുന്നവയെ എന്താ വിളിക്കുക? ഒംനിവേഴ്സ്, മിശ്രാഹാരികളെന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഇതെന്താണെന്നും ഇതിൽ പെട്ട ഈ വിഭാഗത്തിൽപ്പെട്ട ജീവികളെ ക്രിയേച്ചേഴ്സ് ഏതൊക്കെയാണെന്നും പഠിക്കണം. കളർ ദ സർക്കിൾ ഇൻ ദ ബോക്സ് അക്കോർഡിംഗ് ടു ദ ക്ലൂസ് ഗിവൺ. അവിടെ 3 കളർ കൊടുത്തിട്ടുണ്ട്. യെല്ലോ കാർണിവേഴ്സ് ആണ്, അതേപോലെ ഗ്രീൻ എന്താണ്? ഒംനിവേഴ്സ് ആണ്, റെഡ് എന്താണ്? ഹെർബിവേഴ്സ്, സസ്യാഹാരികളാണ്. അവിടെ കൊടുത്തിട്ടുള്ള പിക്ചേഴ്സിൽ അതേതൊക്കെയാണെന്ന് കണ്ടെത്തുക. അതിനനുസരിച്ച് വേണം അവിടെ കളർ ചെയ്യാൻ. ഫസ്റ്റ് എന്താണ്? കൗ ആണ്. കൗ എന്താണ്? സസ്യം മാത്രം കഴിക്കുന്നതാണ് അല്ലേ. അപ്പോൾ എന്താണത്? ഹെർബിവേഴ്സ് ആണ്. നെക്സ്റ്റ് ഡീർ എന്താണ്? പ്ലാന്റ്സ് മാത്രമാണ്, അതെന്താണ്? ഹെർബിവേഴ്സ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ എന്താണ്? ഹെന്ന് മിശ്രാണ് അല്ലേ, ഒംനിവേഴ്സ് ആണ്. ടൈഗർ എന്താണ്? കാർണിവേഴ്സ് ആണ്. അപ്പോൾ അവിടെ യെല്ലോ ആണ്. അടുത്തത് ഫ്രോഗാണ്. ഫ്രോഗ് എന്താണ്? രണ്ടും കഴിക്കുന്നുണ്ട്, പ്രാണികളെയും ഇലകളെയൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്? ഒംനിവേഴ്സ് ആണ്. നെക്സ്റ്റ് എന്താണ്? ഫ്ലൈസ് ആണ്, അതെന്താണ്? ഹെർബിവേഴ്സ് ആണ്. അടുത്തത് നമ്മുടെ വിസണാണ്, പോത്താണ്, അതെന്താണ്? ഹെർബിവേഴ്സ് ആണ്. അതേപോലെ ബട്ടർഫ്ലൈ ഹെർബിവേഴ്സ് ആണ്. റാറ്റ് എന്താണ്? റാറ്റ് ഹെർബിവേഴ്സ് ആണ്, ഒംനിവേഴ്സ് ആണ്. അതേപോലെ നമ്മുടെ ലിസാർഡ് എന്താണ്? ലിസാർഡ് ഒംനിവേഴ്സ് ആണ്. അപ്പോൾ കളർ എന്ത് ചെയ്യണം? ഇതിനനുസരിച്ച് വേണം കൊടുക്കാൻ. ഓക്കെ, കംപ്ലീറ്റ് ദ ലിസ്റ്റ് ബൈ ആഡിങ് മോർ നെയിം ഓഫ് ആനിമൽസ്. കൂടുതൽ ജീവികളുടെ പേര് ചേർത്ത് പട്ടിക പൂർത്തീകരിക്കാനാണ് പറഞ്ഞത്. അവിടെ ഹെർബിവേഴ്സ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയാവുന്നതെന്ന് പറഞ്ഞേ. കൗ, ഹോഴ്സ്, റാബിറ്റ്, ജിറാഫ്, ഡീർ, ഗോട്ട്, ഗ്രാസ് ഹോപ്പർ. സെക്കൻഡ് വൺ കാർണിവേഴ്സ്, മാംസം മാത്രം കഴിക്കുന്ന ഏതൊക്കെയാണ്? ലയൺ, വോൾഫ്, ജാക്കൽ എന്ന് പറഞ്ഞാൽ ചെന്നായ, ലിയോപാർഡ്, പുലിയുണ്ട്, ഡോഗ്, ക്യാറ്റ്. ഓംനിവേഴ്സ് രണ്ടും കഴിക്കുന്ന ഏതൊക്കെയാണ്? ക്രോ, ഹ്യൂമൻസ് മനുഷ്യൻ, ഡക്ക് ആൻഡ് പിഗ് അല്ലേ. ഇതിൽ കൂടുതലുണ്ട്. നിങ്ങൾ കൂടുതൽ ക്രിയേച്ചേഴ്സിനെ കണ്ടെത്തിയിട്ട് കൂടുതൽ ടേബിളിലേക്ക് ആഡ് ചെയ്യാം. ഈസ് ദെയർ എനി കണക്ഷൻ ബിറ്റ്വീൻ ദ ബോഡി ഫീച്ചേഴ്സ് ഓഫ് ക്രിയേച്ചേഴ്സ് ആൻഡ് ദെയർ ഫുഡ് ഹാബിറ്റ്സ്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ റൈറ്റ്? ജീവികളുടെ ആഹാര രീതിയും അവരുടെ ശാരീരികമായിട്ടുള്ള സവിശേഷതകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് പറഞ്ഞേ. നമുക്ക് നോക്കാം. പേജ് നമ്പർ 31. അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. അവിടെ എന്താണ് കൊടുത്തിട്ട്? ഡക്ക് ഉണ്ട്, ഈഗിള്, ഫ്രോഗ്, ലയൺ. ഒബ്സർവ് ദ പിക്ചർ. നിങ്ങൾ ചിത്രം നിരീക്ഷിക്കൂ. വിച്ച് ബോഡി പാർട്സ് ഓഫ് ദ ക്രിയേച്ചേഴ്സ് ഹെൽപ്പ് ദം ടു ക്യാച്ച് ദെയർ പ്രേ ആൻഡ് ഈറ്റ് ഇറ്റ്? ഹൗ? ഏതൊക്കെ ശരീരഭാഗങ്ങളാണ് ഈ ജീവികൾക്ക് ഇരയെ പിടിക്കാനും ആഹാരമാക്കാനും സഹായകമാകുന്നത്? എങ്ങനെ? ഫസ്റ്റ് വൺ ഡക്ക്. ഡക്കിൻ്റെ എന്താ പറഞ്ഞത്? ഓയിലി ഫെതേഴ്സ്, വെബ്ഡ് ടോസ്, ദ ബീക്ക് ഈസ് ഫ്ലാറ്റ് ആൻഡ് സ്ട്രോങ്. അതായത് ഓയിലി ഫെതേഴ്സ് എണ്ണമയമുള്ള തൂവലുകൾ, വെബ്ഡ് ടോസ് തുഴ പോലുള്ള കാലുകൾ, ദ ബീക്ക് ഈസ് ഫ്ലാറ്റ് ആൻഡ് സ്ട്രോങ് പരന്ന ചുണ്ടുകളാണ് വെള്ളത്തിൽ നിന്നൊക്കെ ഇതിനെ ഇരയെ പിടിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. സെക്കൻഡ് വൺ ഈഗിൾ. ലാർജ് സൈസ് ആൻഡ് സ്ട്രോങ് വിങ്സ്. വളരെ വലുതാണ്, അതിൻ്റെ ചിറക് എന്താണ്? സ്ട്രോങ് ആണ്. ഷാർപ്പ് വിഷൻ. അതിൻ്റെ കണ്ണിന് എന്തുണ്ട്? നല്ല കാഴ്ചയുണ്ട്, ശക്തിയുള്ള കാഴ്ചയാണ്. ഷാർപ്പ് ബീക്ക് ആൻഡ് ക്ലോസ്. അതായത് അതിൻ്റെ നഖവും ചുണ്ടുകളൊക്കെ എന്താണ്? ഷാർക്കാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈഗിള് ഇരയെ പിടിക്കുന്ന അതിൻ്റെ കാലിൻ്റെ നഖം ഉപയോഗിച്ചിട്ട്, വിരലിൽ നഖം ഉപയോഗിച്ചിട്ട് അതിങ്ങനെ ഇറക്കി പിടിക്കുകയാണ്, ക്യാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ തേർഡ് വൺ ഫ്രോഗ്. ഫ്രോഗിൻ്റെ എന്താണ്? സ്റ്റിക്കി ടങ്. അതിൻ്റെ നാവിൽ എന്താണ്? ഒരു പശയുണ്ട് അല്ലേ, നാവ് നീട്ടുന്നത് കണ്ടിട്ടില്ലേ. അടുത്തത് പാഡിൽ ലൈക്ക് ലെഗ്സ്. അതെന്താണ്? തുഴ പോലുള്ള കാലുകളാണ്. സ്ലിമ്മി ബോഡി. എന്താണ്? വഴുവഴുപ്പുള്ള ശരീരമാണ്. ദ ഫോർത്ത് വൺ ലയൺ. സ്ട്രോങ് മസ്കുലർ ബോഡി. നല്ല കരുത്തുറ്റ ബോഡിയാണ്. എബിലിറ്റി ടു റൺ ഫാസ്റ്റ്.
നല്ല ഓട്ടം എന്താണ്, വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും. ആൻഡ് റൺ ഫാസ്റ്റ് ആൻഡ് ഷാർപ്പ് ആൻഡ് പോയിൻറ്റഡ് ടീത്ത്, അതായത് കൂർത്തു നീണ്ട പല്ലുകളാണ് അല്ലേ. ഷാർപ്പ് ആൻഡ് സ്ട്രോങ് നെയിൽസ്, കൂർത്ത ബലമേറിയ നഖങ്ങളാണ്. ഇതൊക്കെ വെച്ചിട്ടാണ് അത് ഇരയെ പിടിക്കുന്നത്. കാർണിവേഴ്സ് യൂസ് ദെയർ ഷാർപ്പ് നെയിൽ ടു അറ്റാക്ക് ദെയർ പ്രേ. മാംസാഹാരികൾ എന്താണ്, കൂർത്ത നഖങ്ങളാണ് ഇരയെ കീഴ്പ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ദേ യൂസ് ദെയർ ഷാർപ്പ് പോയിൻറ്റഡ് ടീത്ത് ടു ബൈറ്റ് ആൻഡ് ടിയർ ദെയർ പ്രേ. കൂർത്തു മൂർച്ചയേറിയ പല്ലുകൾ ഉപയോഗിച്ചിട്ട് അവ എന്ത് ചെയ്യുന്നു, ഇരയെ കടിച്ച് കീറുന്നു. കാർണിവേഴ്സ് ബേർഡ്സ് ക്യാൻ പെക്ക് ആൻഡ് ഈറ്റ് ദെയർ പ്രേ വിത്ത് ദെയർ സ്ട്രോങ് ആൻഡ് ഷാർപ്പ് ബീക്സ്. മാംസാഹാരികളായ പക്ഷികൾക്ക് എന്ത് ചെയ്യുന്നു, തങ്ങളുടെ ബലമുള്ളതും കൂർത്തതുമായ ചുണ്ടുകൾ കൊണ്ട് അവ എന്ത് ചെയ്യുന്നു, ഇരയെ കൊത്തിയെടുത്തിട്ട് ആഹാരമാക്കാൻ കഴിയും. സ്ട്രോങ് ലെഗ്സ് ആൻഡ് ദെയർ ഷാർപ്പ് ബെൻഡ് ക്ലോസ്. അവയുടെ ബലമേറിയ കാലുകളും അതുപോലെ ബെൻഡ് ഒരു ക്ലോസ്, കൂർത്ത വളഞ്ഞ നഖങ്ങളും എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ദം ഗാദറിങ് ഫുഡ്. ഇവയെ ആഹാര സമ്പാദനത്തിന് വേണ്ടി സഹായിക്കുന്നു. The structure of the teeth of herbivores is suited to the chew plant parts. സസ്യഭാഗങ്ങൾ ചവച്ചരയ്ക്കുന്നതിന് അനുയോജ്യമായ ഘടനയാണ് സസ്യാഹാരികളായ ജീവികളുടെ പല്ലുകൾക്കുള്ളത്. നിങ്ങൾ കണ്ടിട്ടില്ലേ, പശുവൊക്കെ എന്താണ്, പുല്ലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ചവച്ചരച്ചാണ് കഴിക്കുന്നത് അല്ലേ. അവരുടെ ടീത്ത് അതിനനുസരിച്ചിട്ടാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കുട്ടികളെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ കുട്ടികളും ക്ലാസ് നന്നായി കാണുക, പഠിക്കുക. ഓക്കെ, ബൈ.